ഇന്ന് ലോക ജനസംഖ്യാ ദിനം. എല്ലാ വർഷവും ജൂലൈ 11-നാണ് ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. ജനസംഖ്യാ വർധനവ് കൊണ്ട് ലോകത്തുണ്ടാകുന്ന വികസന പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അവബോധം ഉണ്ടാക്കുന്നതിനാണ് ജനസംഖ്യാ ദിനം ആചരിക്കുന്നത്. ജൂലൈ 11-ന് ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കണം എന്ന ആശയം മുന്നോട്ട് വെച്ചത് മലയാളിയായ ഡോക്ടർ കെ.സി. സക്കറിയയാണ്. 1990 ജൂലൈ 11-ന് 90-ലധികം രാജ്യങ്ങൾ ആദ്യ ദിനാചരണത്തിൻ്റെ ഭാഗമായി. കഴിഞ്ഞ 30 വർഷക്കാലയളവിൽ ജനസംഖ്യാ വിവരശേഖരണം, വിശകലനം, ഉപയോഗം എന്നിവ മെച്ചപ്പെടുത്തുന്നതിൽ ലോകരാജ്യങ്ങൾ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. വിവിധ ജനസമൂഹങ്ങളുടെ വൈവിധ്യത്തെ കൂടുതൽ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നതിന് ജനസംഖ്യാ കണക്കുകളിൽ പ്രായം, വംശം, ലിംഗഭേദം എന്നീ ഘടകങ്ങൾ പ്രധാനം തന്നെയാണ്. ലോക ജനസംഖ്യ 100 കോടിയായി വളരാൻ ലക്ഷക്കണക്കിന് വർഷമെടുത്തു. പിന്നീട് ഏകദേശം 200 വർഷത്തിനുള്ളിൽ 7 ഇരട്ടിയായി. 2030-ൽ ഏകദേശം 850 കോടിയിലേക്കും 2050-ൽ 970 കോടിയിലേക്കും 2100-ൽ 1090 കോടിയിലേക്കും വളരുമെന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഭൂമുഖത്തെ ജനസംഖ്യയിൽ പകുതിയോളം സ്ത്രീകളാണ്. നിലവിൽ ഭാരതത്തിലെ ജനസംഖ്യ 142 കോടി കടന്നു. അതായത് നമ്മൾ ചൈനയെ മറികടന്ന് 1-ാം സ്ഥാനത്തെത്തി. ന്യായവും പ്രത്യാശയും നിറഞ്ഞ ലോകത്ത് അവർ ആഗ്രഹിക്കുന്ന കുടുംബങ്ങളെ വളർത്താൻ യുവാക്കളെ ശാക്തീകരിക്കുക എന്നതാണ് 2025 ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ പ്രധാന സന്ദേശം.